അംബേദ്കർക്കെതിരായ അമിത്ഷായുടെ പരാമർശത്തിലൂടെ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ദളിത് വിരുദ്ധ രാഷ്ട്രീയമാണ് പുറത്തുവന്നതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പട്ടികവർഗ പിന്നോക്കക്കാരെ മനുഷ്യരായി പോലും സംഘപരിവാർ കാണുന്നില്ല. അമിത്ഷായ്ക്ക് മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഭരണഘടനാ ശില്പികളിൽ പ്രമുഖനായ ഡോക്ടർ അംബേദ്കർക്കെതിരായി അമിത്ഷാ നടത്തിയുള്ള പരാമർശങ്ങൾ കേവലമായ ഒരു വാക്കിൻ്റെ പിഴവോ ഏതെങ്കിലും വ്യക്തിയുടെ പോരായ്മയോ ആയി വിലയിരുത്തേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരാൾക്ക് മന്ത്രിസ്ഥാനത്തിരിക്കാൻ അർഹതയില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പട്ടികജാതി, പട്ടികവർഗം, മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങൾ അവർ യഥാർത്ഥത്തിൽ മനുഷ്യനായി പരിഗണിക്കുക എന്നതുപോലും ഇവർക്ക് ഒരു തരത്തിലും സങ്കല്പിക്കാൻ പോലും സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് അംബേദ്കറെയും അവരുൾപ്പെടെ മുന്നോട്ടേക്ക് വെച്ച നിലപാടുകളെയും അതിശക്തിയായി സംഘപരിവാർ പ്രത്യയശാസ്ത്രം ആക്രമിക്കുന്നത്. ഒരുതരം പരിഹാസ്യമായ നിലപാടാണ് അംബേദ്കർ ഉൾപ്പെടെയുള്ള ഈ പട്ടികജാതി, പട്ടികവർഗ, അവർണ ജനവിഭാഗങ്ങളോടും ഇവർ സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയാം. വിവരങ്ങളുമായി എസ് ഷീജ ചേരുന്നുണ്ട്. ഷീജ, ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് തുടരാൻ അമിത്ഷാ അർഹനല്ല എന്നുള്ള നിശിതമായ വിമർശനമാണ് ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിക്കുന്നതല്ലേ? തീർച്ചയായും കാരണം അംബേദ്കർക്കെതിരായിട്ടുള്ള അമിത്ഷായുടെ പരാമർശം അത് കേവലം ഒരു വാക്കിന്റെ പിഴവോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പോരായ്മയായി മാത്രം വിലയിരുത്തേണ്ട ഒന്നല്ല എന്ന് വ്യക്തമാക്കി തന്നെയാണ് എം പി ഗൗതം മാസ്റ്റർ അദ്ദേഹത്തിന് ഈ വിഷയത്തിലുള്ള വിമർശനം രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ചും സംഘപരിവാറിന്റെ രാഷ്ട്രീയ സമീപനം തന്നെയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പരിഹാസ്യമായ നിലപാടാണ് പട്ടികജാതി, പട്ടികവർഗ, അവർണരായ ആൾക്കാരോട് BJP സ്വീകരിക്കുന്നത്. അത് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്. ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള ഭരണഘടന വേണം എന്നാണ് BJP പറയുന്നത്. ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ അമിത്ഷാ മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹത ഇല്ലാത്ത വ്യക്തിയാണ് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മറ്റു ചില വിഷയങ്ങളിൽ കൂടി അദ്ദേഹം പ്രതികരണം നടത്തുകയും ചെയ്തു. അതിൽ ഒന്ന് ഈ വിഷയവുമായി ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ്. ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അതുകൂടി ഈ ഒരു സാഹചര്യത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്. കാരണം ഇതിലൂടെ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വം മനസ്സിലാകും എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത്. മറ്റൊരു വിഷയം കരിവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ കാര്യത്തിലുള്ള ഇടപെടലുകളാണ്. പ്രത്യേകിച്ചും ഇതിൽ പാർട്ടിയെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് പ്രധാനമായും EDയും ഒരു വിഭാഗം മാധ്യമങ്ങളും ചെയ്തത്. കാരണം പാർട്ടി എന്തോ കളവ് വരുത്തി എന്ന് തീർക്കാനുള്ളൊരു ശ്രമമായിരുന്നു EDയും ഒരു വലിയ വിഭാഗം മാധ്യമങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അരവിന്ദാക്ഷന്റെ പേരും കരുവന്നൂർ കേസും പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തി പൊടിപ്പും തൊങ്ങലും വെച്ച് വരെ വാർത്തകൾ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രത്യേകിച്ചും CPM വിരുദ്ധ പ്രചാരവേലയ്ക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ അത് പോയി. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പകപോക്കലാണ് ഈ ഒരു വിഷയത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ള ശക്തമായിട്ടുള്ള വിമർശനം കൂടിയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ശരി ഷീജ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയും വളരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല കരുവന്നൂർ കേസിലടക്കം CPMനെതിരെയുള്ള മാധ്യമങ്ങളുടെ പ്രചാരവേലയും അദ്ദേഹം വിമർശിച്ചു. വിവരങ്ങളാണ് ഷീജ നൽകിയത്.